വെൽക്കം ബാക്ക് ഷെഫ് നിബു റെസിപ്പിയിലേക്ക്. ഇന്ന് നമ്മുടെ കുക്കിംഗ് നടക്കുന്നത് ഏറ്റുമാനൂരുള്ള പേരൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ മീൻ പിടിക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഒരു തൂക്കുപാലമൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര മനോഹരമായൊരു സ്ഥലമാണ്. നല്ല അടിപൊളി രസമാണ്. ഒത്തിരി പേര് ഇവിടെ മീൻ പിടിക്കാൻ വന്ന് നിൽപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈവനിങ്ങിലൊക്കെ വന്ന് നിൽക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നല്ല കാലാവസ്ഥ, നല്ല കാറ്റ്, അങ്ങനെ ഭയങ്കര മനോഹരമായൊരു സ്ഥലമാണിത്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഭയങ്കര മനോഹരമാണ്. ഇത് കണ്ടല്ലേ, ഒന്ന് നോക്കി. അപ്പം നമ്മൾ ഇന്ന് ഞാനും എൻ്റെ കുട്ടി ഷെഫുമാരും കൂടി ആദ്യം നമ്മൾ മീൻപിടുത്തമാണ് ഇവിടെ പരിപാടി. മീൻ പിടിക്കുന്നത് ഫ്രഷായിട്ട് നല്ല മീൻ പിടിക്കും. ആ മീൻ പിടിച്ചിട്ട് ആ മീൻ വെച്ചുള്ള ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മീൻ പിടിക്കാൻ പോകും. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുവാണ്. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത്. അത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മീൻ പിടുത്തത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഇതാണ് മീൻ പിടിക്കാനുള്ള ചൂണ്ട നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കത് ആയിട്ട് പോകാം. അപ്പം നമ്മുടെ കുട്ടി ഷെഫുമാരൊക്കെ അവിടെ ചൂണ്ടയിടിയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഹലോ, ഹായ്. അപ്പം നമുക്കും അവരോടെ ചൂണ്ടയിടാതിരിക്കാം. ഞാനാട്ടോ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് നേരമായി മീൻ നോക്കി വെയിറ്റ് ചെയ്യാം. ഇവർ കുറേ നേരമായി മീൻ പിടിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും നടക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. എല്ലാവരും ഭയങ്കര ചിന്താകുലരായിട്ട് ഇരിപ്പുണ്ട്. ഭയങ്കര കോൺസെൻട്രേഷനാണ്. കയ്യിന്ന് വിട്ടു പോലെ അവരെ നമ്മള് പിടിച്ചേ. അപ്പൊ നമുക്കൊരു മീൻ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇവനെ നമ്മൾ മാറ്റി വെക്കുവാണേ. നമ്മൾ ആഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് ഒരെണ്ണം കൂടെയും അല്ല, മൂന്നാമത് ഒരെണ്ണം കൂടെ കിട്ടി. നമ്മൾ ഒരു 3 മീനായിട്ട് പോകണമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ആഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മും അപ്പവും കൂടെ കൂടി ഞങ്ങൾ ആഞ്ഞ് ശ്രമിക്കുകയാണ്. എഡ്വിൻ മാറി നിന്ന് കണ്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് രണ്ടാമതും കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇവരെ നമുക്ക് മാറ്റാം. ചാടി പോവാണ്. പിടിച്ചേ. അപ്പൊ ഇവരെ നമുക്ക് മാറ്റി ഒരു പാത്രത്തിലാക്കി വെക്കാം. ഇപ്പൊ നമുക്ക് 2 മീൻ കിട്ടിയിട്ടുണ്ട്. ആറ്റുമീനാണ്. നല്ല സൂപ്പർ ഫ്രഷ് മീനാണ്. കണ്ടില്ലേ, നല്ല ജീവനോടെ അവൻ കഴിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ഇവനെ ഒന്ന് നല്ല സെറ്റപ്പ് ഒരു ഫ്രൈ അങ്ങ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ കുക്കിങ്ങിലേക്ക് അങ്ങ് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ മീനുമായിട്ട് വീട്ടിൽ വന്നു. നമുക്ക് ഇന്ന് കിട്ടിയത് 2 മീനാണ്. അപ്പോൾ ഈ മീനിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പുല്ലെന്ന് പറഞ്ഞൊരു മീനാണ്. ഈ ആറ്റിലൊക്കെ ഉണ്ടാകുന്ന ഒരു മീനാണ്. ഇതിന് മുള്ളൊക്കെ കുറിച്ച് കൂടുതലുള്ള മീനാണ്. പിള്ളേർക്ക് നോക്കി കൊടുക്കണം. ഇത് നമ്മളൊരു സ്പെഷ്യൽ ഗ്രില്ലാണ് ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി ഗ്രിൽ പ്രിപ്പറേഷൻ, പാൻ ഗ്രില്ലാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ സ്കെയിൽസൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്കെയിൽസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇനി ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വയറൊക്കെ ക്ലീൻ ചെയ്ത് വരഞ്ഞ് നമുക്ക് മസാല ഇടാം. ഇപ്പോൾ നമ്മൾ നല്ല മീനൊക്കെ ക്ലീൻ ചെയ്ത് നല്ല സെറ്റപ്പായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലാസ് ആഡ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഒരു 1/2 സ്പൂൺ മല്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ടെർമറിക് പൗഡർ, ഒരു 1/2 സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി. ഞാനൊരു 1/2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നു. സാൾട്ട് നമ്മൾ എപ്പോഴും മസാലയിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊക്കെ വേണം ഉപ്പ് ആഡ് ചെയ്യാൻ, നിങ്ങളുടെ ആവശ്യത്തിന്. ഇതിൽ നമ്മൾ ലെമൺ ജ്യൂസിന് പകരം വാളംപുളി വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. വാളംപുളി ജ്യൂസാക്കി വെച്ചിരിക്കുന്ന വെള്ളം. ഇനി ഇതിലേക്കൊന്ന് ഇച്ചിരി കോക്കനട്ട് ഓയിൽ. ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് മസാല പിടിപ്പിക്കാം. ഫിഷേൽ അകത്തും സൈഡിലും എല്ലായിടത്തുമായിട്ടൊന്ന് മസാല നല്ലവണ്ണം തിരുമ്മി കൊടുക്കാം. ഇപ്പോൾ ഫിഷ് നല്ലവണ്ണം മസാലയൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊരു
5 മിനിറ്റ് അല്ല 10 മിനിറ്റ് ഒന്ന് ഫിഷിലൊന്ന് മസാല പിടിക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ ഫിഷ് ഉണ്ടാക്കുന്ന ചട്ടിക്കകത്താണ് ഇത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ചട്ടി നമ്മൾ ചൂടാക്കി അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ നമ്മൾ സീസൺ ചെയ്യാൻ വെച്ചു. നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം ഞങ്ങളുടെ ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു വാഴയില ഇടുവാണ്. ഇപ്പം നമ്മൾ ഈ ഫിഷ് ഇതിലേക്ക് വെച്ച് ചട്ടിയിലേക്ക് വെച്ച് ചട്ടിയിൽ തന്നെ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുവാണ്. അടുത്ത ഫിഷും നമ്മൾ ഇതിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ വെക്കുവാണ്. എന്നിട്ട് ഇതിങ്ങനെ ഗ്രില്ല് ചെയ്യണേ. അപ്പോൾ ഫിഷ് ഒരു ലൈറ്റ് ഗ്രില്ലായി. ഇനി നമ്മൾ അതിൻ്റെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മസാല ഇച്ചിരി വെള്ളം കലർത്തിയിട്ട് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഫിഷിലൊന്ന് ആവി കയറ്റാൻ വേണ്ടി നമ്മളൊരു അടപ്പ് വെച്ച് ഇങ്ങനെ ഒന്ന് അടച്ചു വെക്കണേ. അപ്പം നമ്മുടെ ഫിഷ് ഒരു ഹാഫ് ഡൺ ആയിരിക്കുകയാണ്. നമുക്കിതൊന്ന് തിരിച്ചിടാം. കെയർഫുള്ളായിട്ട് വേണേ, എല്ലാം പൊടിഞ്ഞു പോകും. അപ്പം നമ്മൾ ഫിഷ് രണ്ടും തിരിച്ചിട്ടിരിക്കുകയാണ്. ഇനി തിരിച്ചിട്ട് ബാക്കിയുള്ള സൈഡും കൂടെ ഒന്ന് കുക്കാക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ പൊക്കത്ത് ഗാർണിഷായിട്ടും അപ്പം അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇടാം. ഇപ്പം നമ്മുടെ ഫിഷ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല മണം വരുന്ന. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് ഒന്ന് പ്രസൻറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഫിഷ് റെഡി ആയിരിക്കുകയാണ്. ഞാൻ പ്ലേറ്റിൽ നല്ല ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതിന് മണം തന്നെ നല്ല മണമാണ് വരുന്നത് ഇപ്പം തന്നെ. കാരണം നമ്മളെ ചട്ടിക്കകത്ത് വാഴയിലയൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് കഴിച്ചു നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഇത് വീടുകളിൽ ഉണ്ടാക്കി ട്രൈ ചെയ്യുക. ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് കമൻ്റായിട്ട് തന്നെ ഇടുക. അതുപോലെ തന്നെ ഇത് എളുപ്പമാണ്, ചെയ്യാനൊക്കെ സിമ്പിളായ ഒരു കാര്യമാണ്. ഇനി നമുക്ക് നമ്മുടെ കുട്ടി ഷെഫുമാരുമായിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കാം. കുട്ടി ഷെഫുമാരെ, നമ്മുടെ ഫിഷ് റെഡി ആയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. ഇപ്പൊ നമ്മുടെ ഫിഷ് നമ്മുടെ കുട്ടി ഷെഫുമാർക്ക് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇത് നിങ്ങളും വീടുകളിൽ ട്രൈ ചെയ്യുക. കാരണം ബെസ്റ്റ് റെസിപ്പിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പം നമുക്ക് അടുത്ത കുക്കിംഗ് ക്ലാസ്സിൽ കാണാം.